ശ്ലോകം 4. ഭൂയോധ ദ്വാരവത്യാം. ദ്വാരകയിൽ, ദ്വാരവതി എന്നുള്ളത് ദ്വാരകയുടെ വേറൊരു പേരാണ് ദ്വാരവതി. അപ്പോൾ ദ്വാരകയിൽ വീണ്ടും വീണ്ടും ഉണ്ടാകണം. എന്താണ്? ദ്വിജതനയമൃതിം. ഒരു ബ്രാഹ്മണൻ്റെ ഉണ്ടാവുന്ന പുത്രനൊക്കെ മരിക്കുകയാണ്. ആ മരിച്ച കുട്ടിയും കൊണ്ട് ബ്രാഹ്മണൻ കൃഷ്ണൻ താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വന്ന് വെച്ച് കിടത്തിയിട്ട് കരയും. തൽപ്രലാപാനവി. കൃഷ്ണ, ഒരു കുട്ടിയെ എനിക്ക് തന്നൂടെ, ഒരു കുട്ടിയെ എനിക്ക് തന്നൂടെ. തൽപ്രലാപാൻ, പ്രലാപനം, സങ്കടപ്പെട്ടുകൊണ്ട് പറയൽ. ഭഗവാനോ ത്വം കഥയൻ. ഭഗവാൻ പറയുന്നു, എന്താ പറയുന്നത്? കോവാ ദൈവം നിരുന്ധ്യാത്. കഹവാ ദൈവം നിരുന്ധ്യാത്. ആർക്കാണ് ഈ ദൈവത്തിനെ? ദൈവം നമ്മുടെ വിധി, നമ്മുടെ കർമ്മഫലം, അതാണ് ദൈവം. ഈ കർമ്മഫലത്തിനെ ആർക്കാ മാറ്റാൻ സാധിക്കുക? ബ്രാഹ്മണൻ ജ്ഞാനിയാണ്. അപ്പോൾ ഭഗവാൻ ഇത് പറയുമ്പോൾ ഉടനെ കുട്ടി എടുത്തുകൊണ്ട് പോവും, കുട്ടി മറവ് ചെയ്യും. അങ്ങനെ 8 കുട്ടികൾ മരിച്ചു. 8 കുട്ടികളുടെ കാര്യത്തിലും ഭഗവാൻ ഇത് തന്നെ പറഞ്ഞു, കോവാ ദൈവം നിരുന്ധ്യാത്. വേറൊന്നും പറയില്ല ഭഗവാൻ. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, കോവാ ദൈവം നിരുന്ധ്യാത്. ഓരോരുത്തരും അനുഭവിക്കേണ്ടതായ കർമ്മഫലം, അതിനാണ് ദൈവം എന്ന് പറയുന്നത്. അത് അവനവൻ തന്നെ ഉണ്ടാക്കുന്ന കർമ്മഫലമാണ്, ഭഗവാൻ നൽകുന്നതല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ അത് വ്യക്തമായിട്ട് പറയുന്നു. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം ഭവത്യത്യാഗിനാം പ്രേത്യ. അത്ര മതി നമുക്ക്. അനിഷ്ടം, ഇഷ്ടമല്ലാത്തത്. ഇഷ്ടം, ഇഷ്ടമായത്. ഇഷ്ടമല്ലാത്ത എന്താണ്? ദുഃഖം. ഇഷ്ടമായത് സുഖം. മിശ്രം, ചിലപ്പോൾ സുഖ ദുഃഖ മിശ്രം രണ്ടും ഉണ്ടാവും. ത്രിവിധം കർമ്മണഫലം. നാം ചെയ്യുന്ന കർമ്മത്തിന് ഈ 3-ൽ ഏതെങ്കിലും ഒന്നാണ് വരിക. ഇതെപ്പോഴാണ് സംഭവിക്കണേ? ഭവത്യ അത്യാഗിനാം പ്രേത്യ. അത്യാഗിനാം പ്രേത്യ ഭവതി. ത്യാഗമില്ലാത്തവർക്ക് എന്തിനെ ത്യജിക്കേണ്ടത്? കർമ്മഫലത്തിനെ ത്യജിക്കണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മഫലത്തിനെക്കുറിച്ച് ചിന്തിക്കരുത്. സാധിക്കൂ? അത് ഭഗവാൻ അർപ്പിക്കണം. കർമ്മഫലത്തിനെ എപ്പോഴും ഭഗവാൻ അർപ്പിക്കുക. ഭഗവാനെ, സുഖമായാലും ദുഃഖമായാലും അങ്ങയുടെ അനുഗ്രഹമായി ഞാൻ കണക്കാക്കാം. സുഖമാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ സൽക്കർമ്മം ചെയ്തു. ദുഃഖമാണ്, കഴിഞ്ഞ ജന്മത്തിൽ ദുഷ്കർമ്മം ചെയ്തു. പുണ്യമാണ് സുഖമായിട്ട് വരുന്നത്, പാപമാണ് ദുഃഖമായിട്ട് വരുന്നത്. അപ്പം ഞാൻ തന്നെ കൊണ്ടുവന്നാണിത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നില്ല. കോവാ ദൈവം നിരുന്ധ്യാത്. ബ്രാഹ്മണനത് മനസ്സിലായി. ഈ കർമ്മഫലത്തിനെയാണ് ദൈവം ദൈവം എന്ന് പറയുന്നത്. അതും ഭഗവത്ഗീതയിൽ തന്നെ 18-ാം അധ്യായം, ദൈവം ചാത്ര പഞ്ചമം. ഒരു കർമ്മം അതിൻ്റെ പൂർത്തിയിലെത്താൻ 5 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. ആ 4 നന്നായി ചെയ്താലും പഞ്ചമോ ആയിട്ടുള്ള ഈ കാര്യം, ദൈവം എന്നുള്ള ഘടകം നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ സുഖവും ഉണ്ടാവില്ല. അപ്പം അനുകൂലം പ്രതികൂലം എന്നുള്ളത് എപ്പോഴും വരുന്നു. അത് നമ്മൾ തന്നെ പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ആ കോവാ ദൈവം നിരുന്ധ്യാ അതിൻ്റെ അർത്ഥം. ആർക്കാണ് ഈ കർമ്മഫലത്തിനെ നിരോധിക്കാൻ സാധിക്കുക?
തടുക്കാൻ സാധിക്കുക, മാറ്റാൻ സാധിക്കുക സാധ്യമല്ല എന്ന് ബ്രാഹ്മണൻ അറിയാം. ബ്രാഹ്മണൻ എടുത്തുകൊണ്ട് പോവും. അങ്ങനെ 8 കുട്ടികളായി. എന്നാലോ ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. ഇതികില കഥയൻ എന്ന് ആ ബ്രാഹ്മണനോട് ഓരോ തവണ പറയുമെങ്കിലും വിശ്വബോധ, ഈ കാണുന്ന പ്രപഞ്ചത്തിനെ വഹിക്കുന്നവൻ, ബോധ വഹിക്കുന്നവൻ, പ്രപഞ്ചത്തിനെ വഹിക്കുന്നവനാണ്. പ്രപഞ്ചത്തിലെ സൃഷ്ടി സംഹാരം, സ്ഥിതി സംഹാരം മൂന്നും ചെയ്യുന്ന ആളാണ് ഭഗവാൻ. എന്നാലും അസോടാ, ഈ കാര്യത്തിൽ ഭഗവാൻ ഇടപെട്ടില്ല. ഈ ദുഃഖത്തിനെ ഭഗവാൻ സഹിച്ചു. അസോടാ. വേണമെങ്കിൽ ഭഗവാനെ മാറ്റാമായിരുന്നു, മാറ്റിയില്ല. ഈ പ്രപഞ്ചത്തിനെ തന്നെ സൃഷ്ടി സംഹാരം ചെയ്യുന്ന ആൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? പക്ഷേ ഇദ്ദേഹം മാറ്റിയില്ല. അസോടാഹ, ആ ദുഃഖത്തിനെ സഹിച്ചു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? അതാണ് പിന്നീട് പറയേണ്ടത്. ജിഷ്ണോർ ഗർവം വിനേതും. ജിഷ്ണു അർജുനൻ, അർജുനൻ്റെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ. യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവത്ഗീത ഉപദേശിച്ചപ്പോൾ കൃഷ്ണൻ ആരാണെന്നൊക്കെ അർജുനന് മനസ്സിലായി. ആ വിശ്വരൂപം കണ്ടുമൊക്കെ ഇതായി. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയണ്ടത്, ആകപ്പാടെ കൃഷ്ണന് യാതൊരു ബഹുമാനമില്ല. എന്താണ്? തൊയ്യ് മനുജതിയ, മനുഷ്യൻ എന്നെപ്പോലെ തന്നെയല്ലേ മനുജതിയ. അത് മാത്രമാണോ? എൻ്റെ ഭാര്യയുടെ സഹോദരൻ അളിയൻ അല്ലേ, അളിയൻ ശ്യാലൻ. അങ്ങനെ കുണ്ഠിതാംജ അസ്യ ബുദ്ധിം, അർജുൻ്റെ ബുദ്ധിക്ക് ഒരു എന്താ പറയേണ്ടത്, ഒരു ഒരു തടസ്സമുണ്ടായി എന്നർത്ഥം. കുണ്ഠിത, വിവേകമില്ലാത്ത ഒരു പെരുമാറ്റം. വിവേകം നേടിയ ആളായിരുന്നു യുദ്ധകളത്തിൽ. ഇപ്പം ആ വിവേകം പോയി, ഒരു തടസ്സമുണ്ടായി. അതാണ്. അപ്പോൾ ആ അർജുനെ പണ്ടത്തെ പോലെ ആക്കണം. അതാണ് തത്വാരൂഢാം വിദാതും. പരമമായ തത്വം എന്താണ്? പരമമായ തത്വം ജ്ഞാനമാണ്. നമ്മൾ ഈ ഭഗവാൻ എന്ന് പറയുന്ന ആരാണ്? ജ്ഞാനമാണ്. അതാണ് പരമാർത്ഥത്തിലുള്ള ജ്ഞാനം. എവിടെ ഇരിക്കണു? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണു, നമ്മുടെ ഉള്ളിലും നിറഞ്ഞിരിക്കണു. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അതുകൊണ്ടാണ് എപ്പോൾ ഈ ഭഗവാനെ നമ്മൾ സാക്ഷാത്കരിച്ചുവോ ആ ജ്ഞാനം നമുക്ക് കിട്ടാൻ സാധിക്കുന്നു. മാതാ അമൃതാനന്ദമയി ദേവി നോക്കിയാൽ മതി. ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും വായിച്ചിട്ടില്ല, ഒന്നും ആരിൽ നിന്ന് കേട്ടിട്ടില്ല, പക്ഷെ പറയുന്ന മുഴുവൻ ഉപനിഷത്ത്. എങ്ങനെ സഹായിക്കണേ? ആ ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട്, അത് പ്രകാശിക്കുന്നു. ഇപ്പം നമ്മുടെ ഉള്ളിലൊക്കെ ആ ജ്ഞാനം മറയപ്പെട്ടിരിക്കുന്നു. ആരാ മറക്കണ? മായ. മായ ഏത് രൂപത്താണ് മറക്കണ? അജ്ഞാനം. ആ അജ്ഞാനം വരുന്നത് എങ്ങനെയാണ്? രജസ്തമോ ഗുണം മൂലം. അപ്പം എന്തു ചെയ്യണം? രജസ്സിനെയും തമസിനെയും കുറയ്ക്കണം. ചിന്മയാനന്ദ സ്വാമി ഒരു ഫോർമുല പോലെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തർക്കും ഈ 3 ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ പോകുന്ന ഉറുമ്പിനും അതുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ സത്വഗുണം, രജോഗുണം, തമോ ഗുണം. രജോഗുണവും തമോ ഗുണവും അധികമുള്ളവർക്ക് ഭൗതികമായ കാര്യങ്ങളിൽ അതാണ്, അതിലാണ് ശ്രദ്ധയുണ്ടാവുക. സത്വഗുണം വർദ്ധിക്കുമ്പോൾ മാത്രമാണ് തൻ്റെ ഉള്ളിലുള്ളതായ ആത്മാവിനെക്കുറിച്ച്, പരമാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സത്വഗുണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. സത്വഗുണം വർദ്ധിപ്പിക്കാൻ എന്താ മാർഗം?
ആദ്യം തമോ ഗുണത്തിനെ കുറയ്ക്കണം. ഞാൻ ഉറങ്ങുന്നുണ്ടോ അധികം കിടന്നിട്ട്? തമോ ഗുണമുണ്ട്, ആരോടും ചോദിക്കണ്ട, ധാരാളം തമോ ഗുണമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് കർമ്മം ചെയ്യണം. ചിന്മയാനന്ദ സ്വാമി പറയും, ഒരു പണിയില്ലെങ്കിൽ മുറ്റത്തെ പുല്ല് വലിക്കൂ, അപ്പോൾ ഉറക്കം പോവും. നമ്മുടെ കൈകാൽ പ്രവർത്തിച്ചാൽ ഉറക്കം പോവും. ഇങ്ങനെ ഇരിക്കുക, അതിന് ചാരി ഇരുന്നാൽ ചോദിക്കുക വേണ്ട, ഉറക്കം വരും. അപ്പം കർമ്മം ചെയ്ത് തമോ ഗുണത്തിനെ നശിപ്പിക്കണം. അങ്ങനെ രജോ ഗുണത്തിനെ വർദ്ധിപ്പിക്കണം. ആ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ധനത്തിലുള്ള ആഗ്രഹം, ആശ കൂടും. എപ്പോൾ ധനത്തിൽ ആശ കൂടുന്നു എന്ന് കാണുന്നുവോ അപ്പോൾ അതിനെ സത്വഗുണമാക്കാൻ ഭക്തിയിലേക്ക് പോകണം. എങ്ങനെയാണ്? ഭഗവാന്റെ നാമം ജപിച്ചിട്ട്, ക്ഷേത്ര ദർശനം നടത്തിയിട്ട്, തീർത്ഥാടനം നടത്തിയിട്ട്, സത്സംഗം നടത്തിയിട്ട്, സ്വാധ്യായം നടത്തിയിട്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ എങ്ങനെ, എത്ര വേണം? സ്വാമി പറയും 85% സത്വഗുണം, 10% രജോ ഗുണം. എന്തിന്? കർമ്മം ചെയ്യാൻ. 5% തമോ ഗുണം. എന്തിന്? ഉറങ്ങാൻ. ഇങ്ങനെയാവണം. തത്വാരൂഢാം വിധാതും. അങ്ങനെ ആ പരമാർത്ഥ ജ്ഞാനത്തിലേക്ക് അവനെ പൊക്കി 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 കൊണ്ടുവരണം. വിധാതു, ആരൂഢാം വിധാതു, അതിലേക്ക് കയറ്റിക്കൊണ്ടുവരാനായി. പിന്നെയോ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് അർജുനൻ. പരമതമ പദപ്രേക്ഷണേനേതി. ആ പരമമായ പദം വൈകുണ്ഠം അതൊന്ന് അവർ കാണിച്ചും കൊടുക്കണം. പ്രേക്ഷണേന, നന്നായി കാണിച്ചു കൊടുക്കണം. അവിടെയുള്ള ആ വൈകുണ്ഠനാഥനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതി അഹം മന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു. മേൽപ്പത്തൂര് പറയുകയാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് അർജുനൻ്റെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കി അർജുനെ നല്ലവനാക്കി കൊണ്ടുവരാൻ വേണ്ടി, പിന്നെയോ വൈകുണ്ഠം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ബ്രാഹ്മണൻ്റെ പുത്രന്മാരെ മരിച്ചപ്പോഴൊക്കെ ഭഗവാൻ ഒന്നും ചെയ്യാതെ കണ്ട് അങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി. ഭഗവാൻ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അതാണ് ഇനി വരുന്നത്.